അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു യാത്ര പോവുകയാണ്. കായംകുളത്തോട്ടൊരു യാത്രയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കായംകുളത്തോട്ട് ഞാൻ നമ്മുടെ എറണാകുളം കായംകുളം മെമ്മോ എക്സ്പ്രസ് 8:45 എല്ലാ ദിവസവും ഉള്ള വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിക്കാണ് ഞാൻ കായംകുളത്തോട്ട് വന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ KSR ബംഗളൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. ഇത് 9:10 പുറപ്പെടുന്ന വണ്ടിയാണ്. എല്ലാ ദിവസവും ഉള്ള വണ്ടിയാണ്. രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം ബാംഗ്ലൂർ എത്തുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വാപ്പ് 7 ഇവിടെ WAP7 റോയപുരത്തിൻ്റെ WAP7 ആണിത്. അവിടെ കാണുന്ന നമ്മുടെ ലോക്കോ ഷെഡാണ്. അവിടെ ഒരു WAP4 ആണ് അവിടെ അവിടെ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ എറണാകുളം ബിലാസ്പൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. നമ്മുടെ 8:30 ഇവിടെ നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. പക്ഷേ വണ്ടി ഡിലേ 8:40 പുറപ്പെട്ടത്. ഇത് നമ്മുടെ പാലക്കാട് വഴിയാണ് ഇത് പോകുന്നത്. കാര്യം പാലക്കാട് ഈ ബാംഗ്ലൂരിന് മുന്നേ പുറപ്പെടുന്ന വണ്ടിയാണ്. അപ്പോൾ ബാംഗ്ലൂർ വണ്ടിയും പാലക്കാട് വഴിയാണ് പോകണം. അപ്പോൾ ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉള്ള വണ്ടി. അപ്പോൾ ഇത് 8:40 പുറപ്പെടുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ ബാംഗ്ലൂർ വണ്ടിയും ചിലപ്പോൾ ഡിലേ ആയിപ്പോൾ ഒരു 9:15 ആകുമ്പോഴേ ചിലപ്പോൾ പുറപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ വണ്ടി ഡിലേ ആയിട്ട് ഓടുന്നതുകൊണ്ട് നമ്മുടെ വണ്ടിയും ചിലപ്പോൾ ഡിലേ ആയിരിക്കും, വൈകും. സോ നമ്മുടെ വണ്ടി ചിലപ്പോൾ വൈകും. ചില 8:50 ആയിരിക്കും പുറപ്പെടുക. വണ്ടിയിൽ ഇപ്പോൾ തിരക്കൊന്നുമില്ല, തിരക്കുറവായിരിക്കും. ഈ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ തിരക്കുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഗായ്സ്, നമ്മുടെ വണ്ടി പുറപ്പെട്ടു. നമ്മുടെ വണ്ടി കൃത്യം 8:50, 5 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മുടെ വണ്ടി പുറപ്പെട്ടു. നമ്മുടെ വണ്ടി ഇപ്പോൾ കോട്ടയം ഭാഗത്തോട്ട് തിരിഞ്ഞ് കായംകുളത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആലപ്പുഴ വഴി പോകുന്ന കായംകുളം വണ്ടിയുണ്ട്. അതാണ് 7:50 ഒരു ആലപ്പുഴ വണ്ടിയുണ്ട്, ആലപ്പുഴ. അപ്പോൾ ആ വണ്ടിയും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് മുന്നേ ഒരു കൊച്ചുവേലി ഗരീബ്രത്ത് വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടി ഡിലേ ആയ നമ്മുടെ വണ്ടിയും ഡിലേ ആവും. സാധാരണ നേരത്തെ വൈകാറില്ല ഈ വണ്ടി, പക്ഷേ ഇന്ന് വൈകുമോന്നും അറിയില്ല. അങ്ങനെ ഗായ്സ്, നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ തൃപ്പൂണിത്തുറ എത്തിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ 9:02 എത്തേണ്ട വണ്ടി 9:06 തൃപ്പൂണിത്തുറയിലെത്തി. വണ്ടി ഭയങ്കര 80-85 വണ്ടിയുടെ പോക്ക് എന്ന് പറയുന്നത്. പറപ്പിക്കലായിരുന്നു വണ്ടി. അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് പിറവം റോഡ്. ഇനി കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇനി വണ്ടി പറപ്പിക്കുമായിരിക്കും ഇനി പോകുമ്പോൾ. ഇനി നമ്മുടെ കൊച്ചുവേലി ഉള്ളതുകൊണ്ട് അറിയത്തില്ല ഈ വണ്ടി എത്രത്തോളം സ്പീഡ് കുറയുമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഗായ്സ്, നമ്മൾ പിറവം റോഡിലോട്ട് എത്തിയിരിക്കും. പിറവം വണ്ടി 9:24 ഇവിടെ എത്തി. 2 മിനിറ്റ് 9:26 വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ട് പിറവം റോഡ്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ കൊച്ചുവേലി ഗരീബ്രത്തുണ്ട്. അപ്പം ഇനി ആ വണ്ടിയുടെ പോക്കനുസരിച്ചിരിക്കും നമ്മുടെ വണ്ടിയുടെ പോക്ക്. സാധാരണ വണ്ടി ഡിലേ ആവാറില്ല. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം വണ്ടി വൈകോ ഇല്ലേന്നൊക്കെ.
അങ്ങനെ ഗായ്സ് നമ്മളിപ്പോൾ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ്. പിറവം കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോട്ടയമാണ്. ഇത് അവിടെ കിടക്കുന്ന വണ്ടി എന്ന് പറയുന്നത് കോട്ടയം എറണാകുളം പാസഞ്ചറാണ്. AC ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ 10:30 ഓടുന്ന ഒരു കാരക്കൽ എക്സ്പ്രസ്സാണ്. അപ്പോൾ ഈ വണ്ടി 5:30 വൈകുന്നേരം പുറപ്പെട്ടു. അവിടെ ഒരു 6:45 ആകുമ്പോൾ അവിടെ എത്തും. 10:30 ഇത് കാരക്കൽ പോകും. അതാണ് ആ വണ്ടിയുടെ അതിൻ്റെ ജേണി എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടി കോട്ടയത്ത് 10:08 ഡിലേ ഒന്നുമില്ല. 10:14 നമ്മുടെ വണ്ടി പുറപ്പെട്ടു. വണ്ടി ഡിലേ ഒന്നുമില്ല. ഇനിയിപ്പോൾ ആ വണ്ടി ഇനി ഡിലേ ആവുമെന്നും അറിയില്ല. കാര്യം കൊച്ചുവേലി, ഞാൻ നേരത്തെ പറഞ്ഞത് കൊച്ചുവേലി കയറിയപ്പുറത്ത് ഉള്ളതുകൊണ്ട് ഡിലേ ആവില്ല. ഇപ്പോഴത്തെ കിടക്കുന്ന വണ്ടിക്ക് AC ഒക്കെ ഉണ്ട്, പക്ഷേ AC ഒക്കെ അടച്ചിട്ടാണ് പാസഞ്ചറായിട്ട് ഓടുന്നത്. അങ്ങനെ ഗായ്സ് നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി ഏകദേശം ഒരു 10:33 വന്നു. 2 മിനിറ്റ് കറക്റ്റ് 10:35 ആയപ്പോൾ വണ്ടി പുറപ്പെട്ടു. ഇനി ഡിലേ ഉണ്ടാവുമോ എന്നറിയില്ല. 10:33 10:35 വണ്ടി പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തിരുവല്ലയാണ്. അത് കഴിഞ്ഞ് ചെങ്ങന്നൂർ, മാവേലിക്കര, പിന്നെ കായംകുളം ജംഗ്ഷൻ. ഇതാണ് വണ്ടിയുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഗായ്സ് എനിക്ക് കായംകുളം വരെ പോകാൻ പറ്റിയില്ല. കാര്യം വണ്ടി നമ്മുടെ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിനെയാണ് തിരിച്ചു വരാൻ ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ വണ്ടി പോവാണ്. അപ്പോൾ ഈ വണ്ടി ഏകദേശം 11:23 ആകുമ്പോൾ 11:20 11:25 ആകുമ്പോൾ അവിടെ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡിലേ ഒന്നുമില്ല. പക്ഷേ കൊല്ലം തിരുപ്പതി 11:22 അവിടെ കായംകുളത്തെത്തും. അപ്പോൾ ഞാനവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് കയറാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അത് കഴിഞ്ഞ് പിന്നെ പൂനെ വണ്ടിയാണ്, അതിൽ കയറാനും പറ്റൂല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ പിന്നെ അത് എത്തുമ്പോൾ 3 മണിയാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ മാവേലിക്കര എത്തിയത് 11:15 എത്തിയത്. കാര്യം വണ്ടി കുറച്ച് ഡിലേ ആയി. 11:06 എത്തേണ്ട വണ്ടി 11:15 എത്തിയത്, 11:15. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് എറണാകുളത്തോട്ട് പോകുന്ന വീഡിയോ എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ്.